പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബിന്ദു, ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. 2023 ജനുവരി 1 തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് വിദേശത്ത് ജോലിയായിരുന്നു. കാരണം എന്താണെന്ന് അറിയില്ല. അത് ഒരു ദിവസം ഡ്യൂട്ടിക്ക് ചെന്നപ്പം പറഞ്ഞു ജോലി കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒത്തിരി നോക്കിയിട്ടൊന്നും ജോലിയൊന്നും ശരിയായില്ല. പിന്നെ തിരിച്ച് നാട്ടിൽ കയറി വന്ന് 1 വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് ശരിക്കും അത് കേൾക്കാനായിട്ട് പറ്റിയില്ല. അപ്പം 90 ദിവസം കഴിഞ്ഞ് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുകൂട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കലെ വിദേശത്ത് നിന്നും കോള് വന്ന് വിസ റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞു. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് തന്നെ അതിശയമായിരുന്നു, എങ്ങനെ നടന്നു പോലും അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം കയറി പോവുകയും ചെയ്തു. എൻ്റെ മോളാണെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുക, ഒന്നും പഠിക്കത്തില്ലായിരുന്നു. +1 പരീക്ഷയ്ക്ക് എല്ലാം ഫെയിലായി പോയായിരുന്നു. ഒരു വിഷയം ഒഴികെ എല്ലാം ഫെയിലായി പോയായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു അമ്മയുടെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞപ്പം അവൾക്ക് എല്ലാ വിഷയം കിട്ടുകയും ചെയ്തു. ടീച്ചർമാർ വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൾ പാസ്സാകത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി +2 പരീക്ഷ നല്ലോണം പാസ്സായി കയറി. ഇപ്പോൾ അവൾ നേഴ്സിംഗ് പഠിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ഇടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്. അപ്പം അച്ചായന് ദിവസവും ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കും. പിന്നെ വൃദ്ധസാധനങ്ങളിലുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം വാങ്ങിച്ച് ഞാനും മോളും കൂടെ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും കൊണ്ടു കൊടുക്കും. എൻ്റെ പേര് അദൃശ്യ. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനാണ്. ഞാൻ +1 എല്ലാ വിഷയങ്ങൾക്കും ഫെയിലായിരുന്നു. ആകെ ഒരു വിഷയം മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ ആകെ 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ മാതാവ് നിന്നെ രക്ഷിക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആകെ 3 എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി. 3 ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. പിന്നെയും എനിക്ക് 2 വിഷയം കിടക്കുവാണ്. അപ്പോൾ ഞാൻ +2 എത്തി. പിന്നെ എനിക്ക് +2 ഡബിൾ പാസ് മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. +2 എത്തി. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഞാൻ +2 എക്സാം എഴുതി കാശുരൂപം വെച്ച് എല്ലാ പേപ്പറുകളിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ +2 റിസൾട്ടിൻ്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൃപാസനത്തിൽ വന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ പാസ്സാവണേന്ന്. അങ്ങനെ വീട്ടിൽ എത്തി റിസൾട്ട് നോക്കിയപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഞാൻ പാസ്സായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ നേഴ്സിങ്ങിൽ ജോയിനായി. കൃപാസന മാതാവിനും ഈശോയ്ക്കും 100 കോടി നന്ദി. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തണൊക്കെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം. ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും മാതാവ് എനിക്കത് സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങളാണെങ്കിലും എന്തോ കാര്യം പറഞ്ഞാലും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും സഹായിക്കാനുള്ള മനസ്സും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഇതുവരെ നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1 കോടി നന്ദി. എഫെസസ് 3:20-21 തിരുവചനങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. ബിന്ദു എന്ന ഈ സഹോദരി 2 ഗൗരവമുള്ള ജീവിത വിഷയങ്ങൾക്ക് പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ആദ്യത്തേത് ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ട ആകസ്മികമായ ഒരു അവസരം. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിച്ച് പ്രാർത്ഥനയിൽ ആ നിയോഗം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അത്ഭുതകരമാം വിധം അമ്മ ഇടപെടുകയും ജോലി തിരികെ അത് നേടിക്കൊടുക്കും വിധം കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി. മകൾ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു, +1 പരീക്ഷ മുതൽ സപ്ലി വന്ന് മകള് പഠന മേഖലയിൽ ഏറെ പുറകോട്ടായിരുന്നു. എങ്കിലും അമ്മയുടെ ഉടമ്പടിയിൽ നന്നായി പ്രത്യാശ അർപ്പിക്കുകയും ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ ആശീർവാദം സ്വീകരിച്ച്
+2 പരീക്ഷ എഴുതുവാൻ മകൾ തയ്യാറാവുകയും മകൾക്ക് പരീക്ഷകൾ അനുഗ്രഹമായി നല്ല വിജയം നേടി തുടർ പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ അമ്മ മാതാവിനോട് ഈശോ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമുക്ക് കൈമാറുന്ന ആദ്യത്തെ ഗുണം ഒരു ആത്മബലമാണ്. നാം നമ്മുടെ ജീവിതം ഏത് ചഞ്ചലപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കൂടെ കർത്താവുണ്ട്, അമ്മ മാതാവിൻ്റെ സംരക്ഷണമുണ്ട്, ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ അമ്മ എന്നെ സഹായിക്കുന്നുവെന്ന ഒരു ആത്മധൈര്യമാണ് ഉടമ്പടി കൈമാറുന്നത്. ആ ആത്മധൈര്യത്തിൽ പ്രത്യാശയോടുകൂടി നാം പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടുകൂടി നാം ജീവിക്കുകയും കാരുണ്യത്തോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നമ്മളെ തന്നെ ഒരുക്കി തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ നല്ല ദൈവം നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തിന്മേലും സമയച്ചുരുക്കത്തിൽ തീരുമാനമെടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി നൽകുന്നു. അതിൻ്റെ അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയും ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.